മൗറീഷ്യസിന്റെ കഴിഞ്ഞ വീഡിയോ കണ്ടവരുടെ കുറച്ച് സംശയങ്ങൾ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാം. മൗറീഷ്യസിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന പഠനത്തിന് വേണ്ടിയുള്ള കുറച്ച് ഡോക്യുമെന്റേഷൻ 10th ആൻഡ് എബോ ക്വാളിഫിക്കേഷൻ ഉള്ള സാധാരണ ഏത് മലയാളിക്ക് 35 വയസ്സുള്ള വരെയുള്ള ആർക്കും ഇതിൽ അപേക്ഷ നൽകാം. നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ ചൂസ് ചെയ്യാം. അതിലുപരി മൗറീഷ്യസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ വിസ കിട്ടിയിട്ട് ഫീസ് പേ ചെയ്താൽ മതി. ഒരു 3.5 ലക്ഷം അല്ലെങ്കിൽ അതിൽ താഴെ ഒരു ചെലവിൽ നിങ്ങൾക്ക് മൗറീഷ്യസിൽ പഠിക്കാൻ വേണ്ടി പോവാം. UK CTS ലെവൽ ഹോസ്പിറ്റാലിറ്റി കോഴ്സുകളൊക്കെ ചെയ്യുന്ന ധാരാളം ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതോടൊപ്പം തന്നെ മൗറീഷ്യസിൽ നിന്ന് നിങ്ങൾ ഫ്രഞ്ച് ലാംഗ്വേജ് പഠിക്കാനുള്ള അവസരം ഉണ്ടെങ്കിൽ അതിലൂടെ നിങ്ങൾക്ക് ഒരു ഭാവി കണ്ടെത്താൻ സാധിക്കും. ഇങ്ങനെ ധാരാളം ഓപ്പർച്യൂണിറ്റി ഒക്കെ മൗറീഷ്യസിലുണ്ട്. എന്നാൽ ചെന്നാൽ അടുത്ത 2ാമത്തെ ആഴ്ചയിൽ കോടീശ്വരനാവണം, ലക്ഷക്കണക്കിന് രൂപ ശമ്പളം നേടുന്ന ജോലി കണ്ടെത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ, നിങ്ങൾ 40 ലക്ഷം മുടക്കി ഓസ്ട്രേലിയയിൽ പോവുക, 15 തൊട്ട് 25 ലക്ഷം മുടക്കി നിങ്ങൾ കാനഡയിൽ പോവുക, 15 തൊട്ട് 20 ലക്ഷം മുടക്കി നിങ്ങൾ UK പോവുക. ഈ രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള അവസരങ്ങളുണ്ട്. ഇത് സാധാരണ മലയാളികൾക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകൾ വളരെ പതിയെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവരും, ഗൾഫ് ഒഴിച്ച് വേറെ രാജ്യത്തേക്ക് വിസ കിട്ടിയ ശേഷം മാത്രം ഫീസ് അടച്ചാൽ മതിയെന്ന് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഓപ്ഷൻ ആവശ്യമുള്ളവർക്ക് ആഫ്റ്റർ വിസയിലൂടെ നിങ്ങൾക്ക് മൗറീഷ്യസിൽ പഠിക്കാൻ പോവാം. അതേപോലെ തന്നെ നിങ്ങൾ ഇതിൻ്റെ ഡോക്യുമെന്റ്സ് +2 അല്ലെങ്കിൽ 10th ഉള്ളവർ അതിൻ്റെ പാസ്പോർട്ട് വാലിഡ് ആയിരിക്കും. 1 year എങ്കിലും വാലിഡിറ്റി, മിനിമം 2 year നിങ്ങൾക്ക് എക്സ്പയർ ആണെങ്കിൽ അത് റിന്യൂ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോഗ്രാഫ്, പിന്നെ മെഡിക്കൽ, ഇത്തരത്തിലുള്ള ചെറിയ ഡോക്യുമെന്റേഷൻ ടെൻഷൻ. നിങ്ങൾ വലിയ രീതിയിൽ ഡോക്യുമെന്റേഷനെ ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. കാരണം വിസ സപ്പോർട്ട് ചെയ്യുന്നത് അത് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. സോ യു ഡോണ്ട് വറി അബൌട്ട് വിസ, യു ഡോണ്ട് വറി അബൌട്ട് ദ പ്രോസസ്. നല്ല എക്സ്പേർട്ട് ടീമൊക്കെ നിങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ മൗറീഷ്യസിന്റെ പ്രോസസ്സ് വളരെ ഈസിയാണ്. നിങ്ങൾ UK കാനഡയോ ഓസ്ട്രേലിയയോ ന്യൂസിലൻഡോ US ഒക്കെ ചിന്തിക്കുന്ന പോലെ അത്തരത്തിലൊരു ടെൻഷനൊന്നും വേണ്ട. വളരെ സാധാരണ മലയാളിക്കും ഇത് ചെയ്തു പോകാം. അപ്പം നിങ്ങൾക്ക് ഒരു എക്സ്പേർട്ട് ടീമിന്റെ അഡ്വൈസ് ആവശ്യമാണ്. അഡ്മിഷൻ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ ഇത്തരത്തിൽ ചെയ്തു തരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ നേരിട്ട് ടൈപ്പ് ചെയ്ത് അത് ചെയ്യുന്ന കൺസൾട്ടൻസി ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള അവസരം നമ്മൾ തരുന്നതായിരിക്കും. അപ്പം മൗറീഷ്യസിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ ഈ വിസ പ്രോസസ്സിനെ പറ്റി ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വിസ പ്രോസസ്സ് വളരെ ഈസിയായി നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന കോളേജുകൾ തന്നെ തരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ആ ഒരു സാധ്യത മാക്സിമം പ്രയോജനപ്പെടുത്തുക. മൗറീഷ്യസിലേക്ക് അഡ്മിഷന് വേണ്ടി കൺസൾട്ടേഷന് നിങ്ങൾക്ക് തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഒരു എക്സ്പേർട്ട് ടീം നിങ്ങളെ കൃത്യമായി ഫോളോ അപ്പ് ചെയ്ത് അഡ്മിഷൻ നൽകി വിസയും സക്സസ് ആയി മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.